2026 നമ്മൾ എടുത്തു നോക്കുമ്പോഴേക്കും ആദ്യത്തെ 2 മാസങ്ങൾ ജാനുവരിയും ഫെബ്രുവരിയും മലയാള സിനിമയ്ക്ക് അത്ര നല്ല സമയമായിരുന്നില്ല. ആകെ ഹിറ്റായത് രണ്ട് ചിത്രങ്ങളാണ്. ഒന്ന് യുവാക്കൾ എത്തിയ ചത്താ പച്ച എന്ന സിനിമയും മറ്റൊന്നും ഇതുപോലെ യൂത്ത് കേന്ദ്രീകൃതമായി ഇറങ്ങിയ സിനിമയെ പ്രകമ്പനവുമാണ്. ഈ ചത്താ പച്ചയിലാണ് മമ്മൂക്ക ക്യാമിയോ ആയിട്ട് എത്തിയത്. പക്ഷേ മാർച്ച് കഴിഞ്ഞപ്പോഴേക്കും മാർച്ച് 19 നമുക്കറിയാം ഈ ഫെബ്രുവരി 28 ശേഷം യുദ്ധമായിരുന്നു. അതിനുശേഷം GCC കൺട്രീസിൽ ഉൾപ്പെടെ തിയേറ്ററുകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഈ സിനിമകൾ റിലീസ് ആകുമോ എന്ന ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് ടോക്സിക് എന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് തന്നെ അവർ മാറ്റിവെച്ചത്. പക്ഷെ പിന്നീട് മാർച്ച് 19 ദുരന്തറും മലയാളത്തിൽ നിന്ന് ആട് 3യുമാണ് എത്തിയത്. ആട് 3 2026 മലയാളത്തിൽ 100 കോടി ക്ലബിൽ എത്തുന്ന ആദ്യത്തെ മലയാള ചിത്രമായി മാറി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ 14ാമത്തെ 100 കോടി ചിത്രമായിട്ട് ആട് 3 മാറുകയും ചെയ്തു. ആട് 3യുടെ ഒരു റണ്ണ് നന്നായി നടക്കുന്ന സമയത്താണ് ഏപ്രിൽ 2, അതായത് ഈ മാസം 2-ാം തീയതി ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് തിയേറ്ററുകൾ തൂക്കിയടിക്കുന്നത്. ഒരു വലിയ സൂപ്പർ സ്റ്റാർ അല്ല, വലിയ സൂപ്പർ ഡയറക്ടർ അല്ല. ചിത്രത്തിന്റെ പേര് വാഴ 2 എന്നാണ്. ഇപ്പൊ 165 കോടി രൂപ ലോകമെമ്പാടും കളക്ഷൻ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൽ കേരളത്തിൽ നിന്ന് ഇന്നത്തെ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് 96 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 15 വരെയുള്ള ഈ 13 ദിവസത്തെ കാലയളവിലാണ് പറയാം. മലയാള സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി രൂപ കളക്ഷൻ നേടാൻ പോകുന്നെങ്കിൽ അത് മലയാളത്തിൽ തന്നെ 3ാമത്തെ ചിത്രമായിരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് വിഷുദിനമാണ്. സ്വാഭാവികമായിട്ടും പുതിയ സിനിമകൾ റിലീസിനെത്തും. അങ്ങനെ 2 പ്രധാനപ്പെട്ട സിനിമകളാണ് എത്തുന്നത്. ഒന്ന് ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് നായകനായി എത്തുന്ന പള്ളിച്ചട്ടം എന്ന സിനിമയാണ്. ഇത് ആക്ച്വലി 2-3 തവണ റിലീസ് ഡേറ്റ് മാറ്റിയതാണ്. ആദ്യം ഏപ്രിൽ 10-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്നായിരുന്നു, പിന്നെ 11 പിന്നെ ഇപ്പോൾ വിഷു ദിനത്തിനാക്കി. അതോടൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സംവിധാനം ചെയ്യുന്നത്. ഈ കോംബോ ഇതിന് മുമ്പ് എത്തിയത് എന്നാ താൻ കേസ് കൊടുക്കുന്ന സിനിമയ്ക്ക് ശേഷമാണ്. അത് ഗംഭീര വിജയമായി നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ദിലീഷ് പോത്തൻ, കുഞ്ചാക്കോ ബോബൻ, ചിദംബരം, ജാഫർ ഇടുക്കി, സജിൻ ഗോപു എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പോൾ ഈ 2 സിനിമകളാണ് നിലവിൽ വിഷുവിന് കേരളത്തിൽ ഓടുന്നത്. പക്ഷേ ഈ 2 സിനിമകളോടൊപ്പം തന്നെ പറഞ്ഞതുപോലെ തന്നെ വാഴ 2ഉം ഒരു സൈഡിൽ ഓടുന്നുണ്ട്. അതിന് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. തിയേറ്ററുകൾ ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ഏകദേശം 70% ഒക്യുപ്പൻസിയോടുകൂടി ഓരോ സ്ക്രീനും കഴിഞ്ഞു പോകുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ആട് 3യും അത്യാവശ്യം ഗംഭീരമായി തന്നെ ഓടുന്നുണ്ട്. തമിഴിൽ നിന്ന് LIK എന്ന് പറഞ്ഞൊരു ചിത്രം എത്തുന്നുണ്ട്. പക്ഷെ അതിന് അത്യാവശ്യം നല്ല റിപ്പോർട്ടുകൾ ഉണ്ട്. മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ ഈ 10-ാം തീയതി റിലീസ് ചെയ്തതാണ്. സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഡാർക്ക് കോമഡി ചിത്രമാണ്. അത് ഭരതനാട്യത്തിന്റെ 2ാം ഭാഗമാണ്. അതിനും നല്ല ഗംഭീര റെസ്പോൺസ് ഉണ്ട്. അതായത് റിലീസ് ചെയ്യുന്ന മലയാള സിനിമകൾ ഇപ്പോൾ അടുപ്പിച്ച്, അതായത് മാർച്ചിന് ശേഷം റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങൾ പ്രതീക്ഷ നീതി പുലർത്തുന്നു.